ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 21ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 നമ്മൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് അനുച്ഛേദം എന്തിനെ കുറിച്ച് പറയുന്നത്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഏകദേശം 21 അനുച്ഛേദങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചാണ്. 22 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റിലെ അനുച്ഛേദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അനുച്ഛേദം 22, നിയമവിധേയമല്ലാതെ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നത് ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 22 നിയമവിധേയമല്ലാതെ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 22 പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരമുള്ളത് എപ്പോഴും ആർക്കാണ്? പാർലമെന്റിനാണ് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 3 അടിയന്തരാവസ്ഥയാണ് നിലവിൽ നമുക്ക് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് എന്താണ്? നാഷണൽ എമർജൻസി, 2 സ്റ്റേറ്റ് എമർജൻസി, 3 എക്കണോമിക് എമർജൻസി. അങ്ങനെ 3 എന്താണ് അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ മാത്രമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താകുന്നത്? നിലവിൽ റദ്ദ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 22. ഓക്കെ. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അനുച്ഛേദം 22. ഇപ്പോൾ നമ്മളെ ഒരാൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോലീസിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാരണം ബോധിപ്പിക്കാൻ ഈ പറയുന്ന ഓഫീസർ ബാധ്യസ്ഥനാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി എന്ത് ചെയ്യാം? നിലവിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് വാദിക്കാനും ആലോചിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ഏത് അനുച്ഛേദത്തിൽ തന്നെയാണ്? അനുച്ഛേദം 22. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണത്തെക്കുറിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയാനുള്ള ഒരു അവകാശമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഏത് ഇഷ്ടമുള്ള അഭിഭാഷകനുമായിട്ട് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യവും ആർക്കുണ്ട്? ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 22. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ തന്നെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് കരുതൽ തടങ്കൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അയാൾ കുറ്റം ചെയ്യുമെന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കുറ്റം ചെയ്യുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കരുതൽ തടങ്കൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. എന്താണ് കരുതൽ തടങ്കൽ? ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഇതിനെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. അതായത് കരുതൽ തടങ്കൽ എന്ന് പറയുന്നതാണ് എന്തെന്ന്? പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അപ്പോൾ ഏതാണ്? അനുച്ഛേദം 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. ഇനി കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുതൽ തടങ്കൽ ബില്ല്
പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേൽ. നമുക്കറിയാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ്. അതേപോലെ തന്നെ എന്താണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ കരുതൽ തടങ്കൽ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കരുതൽ തടങ്കൽ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ്. ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 25-നാണ് കരുതൽ തടങ്കൽ നിയമത്തിൽ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചത്. ഈ നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 26-നാണ് നിയമം നിലവിൽ വന്നത്. അപ്പോൾ 1950 ഫെബ്രുവരി 25-ന് ഒപ്പുവെച്ചു. പിറ്റേ ദിവസം ഫെബ്രുവരി 26 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഈ നിയമം നിലവിൽ വന്നു. അതേപോലെ തന്നെ കരുതൽ തടവിലാക്കിയ ഒരു വ്യക്തി വിചാരണ കൂടാതെ 3 മാസക്കാലം വരെ തടങ്കലിൽ വയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ കരുതൽ തടങ്കിലായ ഒരു വ്യക്തിയെ നമുക്ക് വിചാരണ കൂടാതെ എത്ര മാസം? 3 മാസക്കാലം വരെ തടങ്കലിൽ വയ്ക്കാനായിട്ട് കഴിയും. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലനാണ്. ഒത്തിരി തവണ PSC ബേസ് ലെവലിലുള്ള ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിയാണ് AK ഗോപാലൻ. അപ്പൊ നമ്മൾ അനുച്ഛേദം 22-നെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിയമവിധേയമല്ലാതെ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരവും ഉള്ളത് പാർലമെന്റിനാണെന്ന് നമ്മൾ പറഞ്ഞു. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. അതേപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 22 അതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അനുച്ഛേദം 22 ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഏതൊരു അഭിഭാഷകനുമായിട്ട് തൻ്റെ കേസിനെ കുറിച്ച് ആലോചിക്കാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള അനുവാദം പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് പറയുന്നതും ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 22 പ്രകാരമാണ്. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്താം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നതിനെയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് നാമം. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 22 തന്നെയാണ്. കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 25-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇതിൽ ഒപ്പുവെച്ചത്. അതേപോലെ തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1950 ഫെബ്രുവരി 26 പിറ്റേ ദിവസമാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു കരുതൽ തടങ്കിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസക്കാലം വരെ എന്ത് ചെയ്യാം? തടങ്കലിൽ വയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലനാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ചൂഷണത്തിനെതിരായുള്ള അവകാശം പറയുന്നത് 23 മുതൽ 24 വരെയാണ്. ചൂഷണത്തിന് എതിരായുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 23-24. എന്താണ് 23 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യക്കടത്ത്, അടിമത്തം, അതേപോലെ തന്നെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 23. എന്താണ്? മനുഷ്യക്കടത്ത്, അടിമത്തം, അതേപോലെ തന്നെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ, ഇതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കാം. എന്നാൽ പക്ഷഭേദം കൂടാതെ അത് നടപ്പിലാക്കുകയും വേണം. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കുറെ ആളുകളെ, അപ്പോൾ ഒരു സ്കൂളിലെ തന്നെ കുട്ടികളെ തന്നെ ഈ പറയുന്ന നമുക്ക് ഇപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് നമുക്ക് എല്ലാവർക്കും, അതായത് ഒരു സേവനവാരം എന്ന ലെവലിൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം?
ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും ഒരു തൊഴിലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ്ങിലോ അങ്ങനെയൊക്കെ ഏർപ്പെട്ട പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് എന്താണ് അത് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുമാണ്. പക്ഷേ അത് എന്താണ്, ഒരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കഠിനമായിട്ടുള്ള ജോലി എടുപ്പിക്കുന്നു, ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ടുള്ള ജോലി, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന അവർ തൊഴിലിൽ ഏർപ്പെടണം. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 23 ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും എന്താണ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആർട്ടിക്കിൾ 24. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി തവണ ആവർത്തിച്ചു വന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 24 കുറിച്ച്. അതായത് ബാലവേല നിരോധിക്കുന്നു. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ അല്ലെങ്കിൽ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അപ്പോൾ ബാലവേല നിരോധിക്കുന്നു, അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്താണ് ഏത് വ്യവസായശാലയിലോ അല്ലെങ്കിൽ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിൽ എന്ത് ചെയ്യാണ്, തൊഴിലെടുപ്പിക്കുകയാണെങ്കിൽ അത് നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള മുദ്രയ്ക്ക് പറയുന്ന പേരാണ് റഗ് മാർക്ക് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ആ ഒരു സമയത്ത്. കാരണം കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന എന്താണ് റഗ് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു മുദ്ര കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നമാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താണ് അദ്ദേഹത്തിന് എന്താണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്ന ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ചർച്ച ചെയ്യപ്പെട്ടതൊക്കെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ. നമ്മളെല്ലാവരും ആ സമയത്ത് നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ച ചോദ്യവുമായിരുന്നു ഇത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയ്ക്ക് പറയുന്ന പേരാണ് റഗ് മാർക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. റഗ് മാർക്ക് ആരായിരുന്നു ഈ പറയുന്ന റഗ് മാർക്ക് എന്ന് പറയുന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന റഗ് മാർക്ക് എന്ന് പറയുന്നതിൻ്റെ ഉപജ്ഞാതാവ്. ആ സമയത്ത് എന്താണ് നിലവിൽ നമുക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് കൈലാഷ് സത്യാർത്ഥിക്കും അതേപോലെ തന്നെ മലാല യൂസഫ്സായിക്കുമാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് കൈലാഷ് സത്യാർത്ഥിക്കും അതേപോലെ തന്നെ മലാല യൂസഫ്സായിക്കും സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ഏത് വർഷമാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തരുന്ന ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് തീർച്ചയായിട്ടും തരും. പഠനത്തിന് ഉപകരിക്കുന്ന ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ ഗിഫ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ആണ് ഏതെന്ന് പറയുന്നത് ബാലവേല നിരോധിച്ച ഈ പറയുന്ന നമ്മുടെ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ആൾക്ക് എന്നാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഗുണമേന്മയുള്ള മുദ്രയാണ് എന്തെന്ന് പറയുന്നത് റഗ് മാർക്ക്. റഗ് മാർക്ക് ഇന്ന് അറിയപ്പെടുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് വീവ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? റഗ് മാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ന് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തു വച്ചോ, എന്താണ് റഗ് മാർക്ക് ഇന്ന് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റഗ് മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? കൈലാഷ് സത്യാർത്ഥിയാണ് റഗ് മാർക്ക് എന്ന് പറയുന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് കൈലാഷ് സത്യാർത്ഥി. ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയ്ക്ക് പറയുന്ന പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയുടെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയാണ് കൈലാഷ് സത്യാർത്ഥിയുടെ ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറയുന്നത്. ബാലവേല തടയാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ എന്താണ് എക്സാമുകൾക്ക് ഇതിപ്പോൾ വന്നിട്ടുണ്ട്. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം. നമ്മൾ കറണ്ട് അഫയേഴ്സ്
ഓരോ സ്റ്റേറ്റ് വൈസ് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കറണ്ട് അഫയേഴ്സ് പറഞ്ഞു പോയതുമാണ്. ഓക്കെ, അപ്പോൾ ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, ബീഹാർ എന്ന് പറയുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്, കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്, കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് മനുഷ്യക്കടത്ത്, അടിമത്തം നിർബന്ധിച്ച തൊഴിൽ എടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അതേപോലെ തന്നെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് വേണമെങ്കിൽ നിർബന്ധിച്ച് തൊഴിൽ എടുപ്പിക്കാം, എന്നാൽ പക്ഷഭേദം കൂടാതെ എന്ത് ചെയ്യണം, അത് നടപ്പിലാക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23 ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 23. ഇനി അനുച്ഛേദം 24 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു അനുച്ഛേദം കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ആർട്ടിക്കിൾ 24. അതായത് ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള മുദ്രയ്ക്ക് പറയുന്ന പേരാണ് റഗ് മാർക്ക് എന്നറിയപ്പെടുന്നത്. റഗ് മാർക്ക് എന്ന് ആ പേരിലല്ല അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് മക്കളെ? ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടിയത് അതേപോലെ തന്നെ എന്താണ്, മലാല യൂസഫ് സായിക്കും ഒരുമിച്ചാണ് നൊബൽ പ്രൈസ് കിട്ടുന്നത്. അതെന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ അത് എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 12 ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരാണ് ആരെന്ന് പറയുന്നത്, കൈലാഷ് സത്യാർത്ഥി. ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോകാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച്. അതായത് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുകൾ എന്ന് പറയുന്നത് ഒരു തരം കത്തിയാണ്. ആ കത്തി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നതിനുള്ള അവകാശം കൊടുത്തത് ഏത് അനുച്ഛേദം മുഖേനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു കാര്യം ഓർത്തു വെച്ചോ, കൃപാണുകൾ എന്ന് പറയുന്നത് സിഖ് മതവിശ്വാസികളുടെ ഒരു തരം കത്തിയാണ്. അപ്പോൾ അത് എന്താണ്, ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുള്ള അവകാശം ലഭിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 25 പ്രകാരമാണെന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 26. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 26 അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു മതവിഭാഗങ്ങൾക്ക് എന്താണ്, മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ അവരുടെ ട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, സ്ഥാപിക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അത് നോക്കി നടത്താനുള്ള അവകാശം, ഇതൊക്കെ അതിന് തന്നെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ പറയുന്ന അനുച്ഛേദം 26. ഇനി എന്താണ് അനുച്ഛേദം 27 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശത്തെക്കുറിച്ച്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതം അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ടാക്സ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതെന്താണ്, അത് നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് അനുച്ഛേദം 27 പറയുന്നത്. ഓക്കെ, ഇനി അനുച്ഛേദം 28 അതിൻ്റെ ഒരു 3 കാറ്റഗറി കൂടിയും, അതായത് 3 സബ് ആയിട്ടുള്ള എന്താണ് ആർട്ടിക്കിൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അനുച്ഛേദം 28(1) പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അനുച്ഛേദം 28(1) പറയുന്നതാണ് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട്, അപ്പോൾ ഗവൺമെന്റ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, ഈ പറയുന്ന മതപരമായ നിർദ്ദേശങ്ങൾ എന്താണ് നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു എന്താണ്,
പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപരമായ യാതൊരുവിധ കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യാനോ ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് പറയാനോ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഏത് അനുച്ഛേദ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28-ൽ 1. ഇനി അനുച്ഛേദം 28-ൽ 2 പറയുന്നത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോൺമെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല. പക്ഷെ എന്താണ് ഈ പറയുന്ന 28-ൽ 1 എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്? അതൊരു ട്രസ്റ്റിന്റെ കെയർ ഓഫിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന NSS, അതേപോലെ തന്നെ NCC, CMI, അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ പറയുന്ന മതപരമായിട്ടുള്ള ആ ഒരു ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം അത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് വന്നെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ എന്ത് ചെയ്യാം, നിലവിൽ പറയുന്നതിനോ അല്ലെങ്കിൽ അത് രാവിലെ അതിൻ്റെ പ്രാർത്ഥന വയ്ക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇനി അനുച്ഛേദം 28-ൽ 3 സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 25 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള മതത്തിൽ എന്ത് ചെയ്യാം, വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതം എന്ത് ചെയ്യാം, ആചരിക്കാം, ഇഷ്ടമുള്ള മതം നമുക്ക് എന്ത് ചെയ്യാം, പ്രചരിപ്പിക്കാം. ഇതിനുള്ള അനുവാദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറയുന്ന സ്റ്റേറ്റിന്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ്. പക്ഷെ എന്തില്ല, ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു മതത്തിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ മതത്തിൽ ഇപ്പോൾ ബുദ്ധമതമാണ് അവിടെ നിലവിലുള്ളത്, നമ്മളിപ്പോൾ നിലവിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മതത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കാനായിട്ട് നിർബന്ധിക്കാൻ പാടില്ല. വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തെ നിർബന്ധിച്ച് അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല എന്നുള്ളത് പറയുന്നതാണ് ആർട്ടിക്കിൾ 28-ൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് 29-30 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് 29 മുതൽ 30 വരെ. അനുച്ഛേദം 29 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ഒത്തിരി തവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാൻ പാടില്ല, അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 29. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 29. ഇനി ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി തന്നെ പഠിച്ചതാണ് ഈ പറയുന്ന 15, 16, 19 അനുച്ഛേദത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇനി ഇന്ത്യൻ പൗരന്മാർക്കും അതേപോലെ തന്നെ വിദേശ പൗരന്മാർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് അനുച്ഛേദം 14, അതേപോലെ തന്നെ 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ഇത്രയാണ് ഇന്ത്യൻ പൗരനാണെങ്കിലും അതേപോലെ തന്നെ ഒരു വിദേശ പൗരനാണെങ്കിലും രണ്ടു പേർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ് ഈ പറയുന്ന 14, അതേപോലെ തന്നെ 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ഏകദേശം 10ഓളം വരുന്ന ആർട്ടിക്കിളാണ് രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ 5 എണ്ണം എന്ത് മാത്രമാണുള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശമാണ്
15, 16, 19, 29, 30 എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ പൗരന്മാർക്കും ഇതെന്താണ് ഈ പറയുന്ന ഇന്ത്യൻ പൗരനും വിദേശീയർക്കും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അനുച്ഛേദം 30 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 30. ഓക്കെ, അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം 30 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അനുച്ഛേദം 32. അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 32. അതായത് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 32. ഒരു വ്യക്തിക്ക് തന്നെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും ഏത് തന്നെയാണ്, 32. നമ്മൾ പറഞ്ഞു, അതായത് മൗലിക അവകാശം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട, അദ്ദേഹത്തിന് എന്താണ് ഉറപ്പായിട്ടും ലഭിക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് മൗലിക അവകാശത്തിൽ പറയുന്നത്. ഈ മൗലിക അവകാശം ഏതെങ്കിലും കാരണവശാൽ അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ആരെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് സമീപിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് അനുച്ഛേദം 32. എന്നാൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 226. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. അങ്ങനെ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 32 ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒരു ഡിഗ്രി ലെവൽ എക്സാംസ്, അതേപോലെ തന്നെ LDC എക്സാംസ്, LGS എക്സാംസ്, അങ്ങനെ വരുന്ന PSC എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഈ പറയുന്ന ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ആർട്ടിക്കിളിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ ആണ് എന്തിനെ പറഞ്ഞത്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ആരെന്ന് പറയുന്നത്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഏതിനെ വിശേഷിപ്പിച്ചത്, ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്ന് പറയുന്നതും ഏത് തന്നെയാണ്, ആർട്ടിക്കിൾ 32 തന്നെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ച എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തിനാ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ആമുഖത്തെയാണ്. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറിപ്പോവും. അപ്പോൾ ഓർത്തു വെച്ചോ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് അത് ആമുഖത്തെയാണ്. ഓക്കെ, ഇനി അനുച്ഛേദം 33 രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുത്തുന്നു. അതാണ് ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുത്തുന്നതാണ് അനുച്ഛേദം 33 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനുച്ഛേദം 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങളുടെ മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അനുച്ഛേദം 34. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ ആയിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത്, അനുച്ഛേദം 34 എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ് അനുച്ഛേദം 34 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനുച്ഛേദം 35 ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രമാണ്. തൊട്ടുകൂടായ്മ, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നൽകേണ്ട ശിക്ഷ സംബന്ധിച്ച നിയമനിർമ്മാണം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായും
മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോ ഈ ഒരു കോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന അനുച്ഛേദം 34 നമ്മളിപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത്, അതായത് ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമാണ് എന്തെന്ന് പറയുന്നത് അനുച്ഛേദം 34. 35 നമ്മൾ പറഞ്ഞു ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രമാണ് എന്ന് പറയുന്നത് 35. തൊട്ടുകൂടായ്മ, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നൽകേണ്ട ശിക്ഷയെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം പറയുന്നതും അനുച്ഛേദം 35 ഓക്കെ. ഇനി ഈ ഒരു കൊട്ടേഷൻ ബോക്സിലായിട്ട് SCERT കൊടുത്തിരിക്കുന്നതാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാത്ത പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും അതേപോലെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടനാ അവകാശങ്ങളും നിയമാവകാശങ്ങളും. അനുച്ഛേദം 265 നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 265. അപ്പോൾ നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നികുതികൾ ചുമത്താൻ പാടില്ല. അനുച്ഛേദം 300 നിയമം അധികാരപ്പെടുത്തിയാൽ അല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തുകളയാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് ഏതെന്ന് പറയുന്നത് അനുച്ഛേദം 300 എന്ന് പറയുന്നത്. അതായത് നിയമ അധികാരം പെടുത്തിയാൽ അല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല. ഇനി അനുച്ഛേദം 301 വ്യാപാരത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ് 301. വ്യാപാരത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 301. ഇനി അനുച്ഛേദം 326 പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് അനുച്ഛേദം 326. അപ്പോൾ ഈ പറയുന്ന 4 എണ്ണം ഒന്ന് ഓർത്തു വെച്ചോ. അനുച്ഛേദം 265 നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല. അനുച്ഛേദം 300 നിയമം അധികാരപ്പെടുത്തിയാൽ അല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല. അനുച്ഛേദം 301 വ്യാപാരത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അനുച്ഛേദം 326 പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന മൗലിക അവകാശങ്ങൾ ഈ പറയുന്ന 12 മുതൽ 35 വരെയുള്ള മൊത്തം എന്താണ് അനുച്ഛേദങ്ങളെ കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആമുഖം കംപ്ലീറ്റ് ആക്കി, സിറ്റിസൺഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരാനുണ്ടായ ചരിത്രം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഓരോ ചാപ്റ്ററുകളും പക്ക നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും പോകുന്നത്. ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് സിലബസ് എന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിലബസിലുള്ള ഓരോ കാര്യങ്ങളും അത്രത്തോളം ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങി, അതായത് ലക്ഷ്മികാന്തിൻ്റെ ഉൾപ്പെടെയുള്ള ബുക്കുകളും റെഫർ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് SCERT NCERT എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. എന്തുകൊണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറ്റും, ഏറ്റവും നല്ല ഒരു നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്നതും. അതേപോലെ ഏറ്റവും നല്ല ക്ലാസ്സസ് തന്നെയാണ് നിങ്ങൾക്ക് മാക്സിമം ഓരോ ദിവസവും തരുന്നത് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ ഒരു പെയ്ഡ് ബാച്ചിലുള്ളത് അതിനെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ആണെങ്കിലും അതിൻ്റെ റിവിഷനായിട്ട് ക്വസ്റ്റ്യൻ ബോൾ ആയിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം ഇംഗ്ലീഷിലായിട്ടായിരിക്കും റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഇതൊക്കെ വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ അതേപോലെ 10th ലെവൽ പ്രിലിംസ് എന്താണ് ഈ പറയുന്ന 12th ലെവൽ എക്സാംസ് ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ദിവസവും ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്കും ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി എല്ലാവരോടും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് കൂടി ഒന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.